എല്ലാവർക്കും വലിയ വിടുതലിന് കാരണമായി തീരാനിടയാകും. നാം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് യാചിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി മാനിക്കുകയും ചെയ്യും. സ്തോത്രം. ആ വലിയ വിശ്വാസത്തോടുകൂടെ, ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവം ഉണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ആൾക്കാർ വളരെ കുറവാണ്, എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മൾ നൽകുന്നുണ്ടല്ലോ. 2-3 പേർ എൻ്റെ നാമത്തിൽ കുടിയേറുന്നിടത്ത് ഞാൻ ഉണ്ടായിരുന്ന വാഗ്ദാനം ചെയ്തതായ കർത്താവ് ഇന്ന് രാത്രി നമ്മൾ മുതലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആഴമായിട്ട് ഒരുപാട് സമയങ്ങൾ ദീർഘമായ ഒരു അവസരം ഞാൻ വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നമ്മൾ കൂടുതൽ സമയം വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും അല്പനിമിഷങ്ങൾ 1-2 വേദഭാഗങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചതിന് ശേഷം എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ വേദഭാഗങ്ങൾ വായിക്കാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-2 വേദഭാഗങ്ങൾ വായിക്കാം. സ്തോത്രം. 1-ാം അധ്യായം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. ഫിഗ്വേലിന്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമ പ്രവചന ഭാഗങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉള്ളതായ പ്രവാചകന്മാരെ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ പ്രവാചകന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകമാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം, യോവേൽ പ്രവചനം. പെന്തക്കോസ്തിന്റെ പ്രവാചകൻ എന്നാണ് ഈ യോവേൽ പ്രവാചകനെ അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ പകർച്ച ഉണ്ടായപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് 11 പേരോടുകൂടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയവരെ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങളോട് വിശദീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, അന്ന് അവിടെ സംഭവിച്ചതായ ആ കാര്യങ്ങളെല്ലാം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസനായ യോവേൽ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് അവിടെ സംഭവിക്കാനിടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പെന്തക്കോസ്തിൻ്റെ പ്രവാചകൻ എന്നാണ് ഈ യോവേൽ പ്രവാചകൻ അറിയപ്പെടുന്നത്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന് സംഭവിച്ചതായ ആത്മീയമായിട്ടുള്ള അധഃപതനവും അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങളുമാണ് ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ നാം വായിക്കുന്നു: മൂപ്പന്മാരെ കേൾപ്പീൻ, സകല നിവാസികളുമായിട്ടുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. അപ്പോൾ മുൻ തലമുറകളുടെ കാലഘട്ടങ്ങളിലൊന്നും പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലൊന്നും സംഭവിക്കാത്ത വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അവർക്കാർക്കും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇസ്രായേലിൻ്റെ നടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പറയുകയാണ്, ഇത് നിങ്ങൾ വരുവാനുള്ള തലമുറകളോട് വിവരിച്ച് പറയണം. കാരണം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ടുപോയാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചാൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന. ദൈവത്തിന് സ്തോത്രം. 1-2 വേദഭാഗങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ എന്താണ് അവരുടെ പ്രശ്നം എന്നിവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിച്ചായിട്ട് 6-7 വാക്യങ്ങൾ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായുള്ള ഒരു ജാതി എന്റെ ദേശത്തിന് നേരെ വന്നു. ഇവിടെ ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി, അഥവാ ഇസ്രായേൽ ജനത്തേക്കാൾ ശക്തരായ, എണ്ണത്തിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത അസംഖ്യമായിട്ടുള്ള
ജാതി ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവർ വന്നിട്ട് നമ്മുടെ വായിക്കുന്നു, അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ലും സിംഹിയുടെ അണപ്പല്ലും അതിനുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തേക്കാൾ ശക്തരായിട്ടുള്ള അവരുടെ ശത്രുക്കൾ വന്ന് ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇവരെ ശൂന്യമാക്കി കളഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അതെൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. അപ്പോൾ ശത്രു ഇവരുടെ നേരെ കടന്നു വന്നിട്ട് ഇവരെ ശൂന്യമാക്കിയിരിക്കുകയാണ്. അവരുടെ മുന്തിരിവള്ളിയെ തകർത്ത് ശൂന്യമാക്കിയിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ദൈവത്തിന്റെ വേർതിരിക്കപ്പെട്ടതായ മക്കളാണ്. അങ്ങനെയുള്ളതായ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ദൈവത്തിന്റെ വേർതിരിക്കപ്പെട്ടതായ ആ മക്കളുടെ ഇടയിലേക്ക് ശത്രു കടന്നു വന്നിട്ട് അവരെ ശൂന്യമാക്കിയിരിക്കുകയാണ്, അവരെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്, അവരെ വെളുപ്പിച്ച് കളഞ്ഞിരിക്കുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. ഇനി അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വായിക്കാം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 9-ാം വാക്യം വായിച്ചാട്ടെ. 9-ാം വാക്യം. ഇവിടെ ഇവരുടെ ഭൗതികമായിട്ടുള്ള അവസ്ഥകൾ മാത്രമല്ല ശൂന്യമായി പോയിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള അവസ്ഥകൾ പോലെ തന്നെ ആത്മീയമായിട്ടും ഇവരെ വളരെ ശൂന്യമായിരിക്കുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് ആലയത്തില് ഭോജനയാഗം അല്ലെങ്കിൽ പാനീയയാഗങ്ങൾ നടക്കുന്നില്ല, അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? യഹോവയുടെ ശുശ്രൂഷകന്മാരായിട്ടുള്ള പുരോഹിതന്മാർ ദുഃഖിക്കുകയാണ്. അപ്പോൾ ശക്തിയുള്ളതായ ബലമുള്ളതായ ജാതി ഇവരുടെ നേരെ കടന്നു വന്നിട്ട് ഇവരുടെ ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളെയും അവരെ തകർത്ത് കളഞ്ഞു. ആ തുള്ളനും പച്ചപ്പുഴവും വെട്ടിക്കിളിയും എല്ലാം വന്ന് ഇവരുടെ കാർഷികമായിട്ടുള്ള കൃഷിപരമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ശൂന്യമാക്കി കളഞ്ഞു. ഇവർ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന നിലയിലേക്ക് കടന്നു വന്നു. മാത്രമല്ല ആത്മീയമായി ഇവർ വളരെയധികം തകരുവാനായിട്ടിടയായി തീർന്നു. യഹോവയുടെ ആലയത്തിൽ ആരാധനയില്ല, യാഗമില്ല, ശുശ്രൂഷകൾ നടക്കുന്നില്ല. അതുകൊണ്ട് പുരോഹിതന്മാരെ ദുഃഖിക്കുകയാണ്. അപ്പോൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ നിലവാരത്തിലും ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ജനം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവത്തിന്റെ കൽപ്പനകളോട് മറുത്തു മത്സരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോകുമ്പോൾ അവർ എത്രത്തോളം അധപ്പതിക്കുന്നു, എത്രത്തോളം തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്ന് ഉള്ള ആ കാര്യത്തിന് വ്യക്തമായ ചിത്രമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ദൈവത്തിന്റെ സ്തോത്രം. പഴയ നിയമകാലഘട്ടത്തിലായാലും പുതിയ നിയമകാലഘട്ടത്തിലായാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വ്യക്തികൾ കടന്നു വരുമ്പോൾ ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ, ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിൽ, ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം ആയി തീരേണ്ടതിന് പകരം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ജീവിതം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ജീവിതം വീണ്ടും വീണ്ടും സങ്കീർണമായി കൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അഴിക്കും തോറും വീണ്ടും കുരുക്ക് വീഴുന്നത് പോലെ, കെട്ടുമിളയുന്നത് പോലെ പ്രശ്നങ്ങൾ കുറയുകയല്ല, കൂടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെയോ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പൂർണ്ണമായ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനായിട്ടിടയാകും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇവിടെ ഇസ്രായേലിന്റെ ചിത്രം നാം നോക്കുക, വളരെ തകർച്ചയുടെ നടുവിലായിരിക്കുകയാണ്. ഭൗതികമായി, സാമ്പത്തികമായി, ആത്മീയമായി എല്ലാ നിലവാരത്തിലും ഇവർ വളരെ തകർച്ചയുടെ നടുവിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇനി ഒരു ശേഷിപ്പില്ലാതെ, നീക്കി വെക്കുവാനൊന്നുമില്ലാതെ, ഒന്നും കണ്ട് ഒന്ന് തൃപ്തിപ്പെടുവാൻ, ആശ്വസിക്കുവാൻ വകയില്ലാതെ എല്ലാ നിലയിലും ഇവർ തരിപ്പണമായി തകർന്ന്
തകർന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇസ്രായേൽ ജനം എത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.